പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ട്രാൻസ്ഫർ നീക്കത്തെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. പ്രമുഖ മാധ്യമപ്രവർത്തകനായ അശ്വലിയാണ് ഇപ്പോൾ ഈ വാർത്ത പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം പങ്കുവയ്ക്കുന്ന വിവരങ്ങളനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ ഒരു മലയാളി സൂപ്പർ താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ തിരികെ എത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്നാലും ഇപ്പോൾ അശ്വലി പങ്കുവയ്ക്കുന്ന വിവരങ്ങളനുസരിച്ച് ഇപ്പോൾ അശ്വലി ഒരു അന്വേഷണം നടത്തി എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മലയാളി താരങ്ങളുടെ ട്രാൻസ്ഫർ നീക്കങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സുഹൃത്തുമായി അദ്ദേഹം സംസാരിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അശ്വലി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ആ സുഹൃത്തിൽ നിന്നും അറിയാൻ സാധിച്ച പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ ഒരു മലയാളി സൂപ്പർ താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ എത്താൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നിലവിലെ ക്ലബ്ബിൽ തുടരാൻ അദ്ദേഹത്തിന് ഇപ്പോൾ താല്പര്യമില്ല. നിലവിലെ ക്ലബ്ബിലെ പരിശീലകനുമായി ചില വാക്കുതർക്കങ്ങളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ആ ടീമിലെ പരിശീലകനുമായി നല്ല രീതിയിലല്ല ഇപ്പോൾ താരവും അതുപോലെ തന്നെ ആ പരിശീലനം തമ്മിലുള്ള ബന്ധം പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കരാർ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ എത്താനാണ് താരത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ ശ്രമം. എന്തായാലും ഇപ്പോൾ കരാർ ടെർമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് താരം ഇപ്പോൾ കടക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതകളുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ അശ്വലി പങ്കുവെക്കുന്നത്. എന്നാൽ താരത്തിൻ്റെ പേരോ താരം ഏത് ക്ലബ്ബിലാണ് കളിക്കുന്നതിനെ പറ്റിയൊന്നും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഇനിയും അദ്ദേഹത്തിന് വർഷങ്ങളോളം ആ ടീമിൽ കരാറുണ്ട് എന്നുള്ളൊരു കാര്യം അശ്വലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന പ്രകാരം അത് സഹലോ അല്ലെങ്കിൽ പ്രശാന്തോ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. സഹലിന് ഏകദേശം 2028-29 വരെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസുമായി കരാറുണ്ട്. കൂടാതെ സഹൽ അബ്ദുൽ സമദിന് അവിടെ കാര്യമായ അവസരങ്ങളൊന്നും ലഭിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ സഹലിൻ്റെ പേരും നമ്മളിവിടെ എടുത്തു പറയേണ്ടതാണ്. കൂടാതെ പ്രശാന്തിൻ്റെ പേരും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. മലയാളി സൂപ്പർ താരമായ പ്രശാന്ത് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോയിരുന്നു. താരം ഇപ്പോൾ നിലവിൽ ഐ ലീഗ് ക്ലബായ ഇന്റർകാശിക്ക് വേണ്ടിയാണ് പന്ത് തരുന്നത്. പ്രശാന്തിനെ നമുക്കിവിടെ എടുത്തു പറയാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ഇന്റർകാശിക്ക് വേണ്ടി ആദ്യ എല്ലാ മത്സരങ്ങളിലും ഇപ്പോൾ പ്രശാന്ത് ഇറങ്ങുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ ഇടാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. കൂടാതെ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമൊക്കെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇന്റർകാശിയിൽ നല്ല ഹാപ്പിയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ സഹലിൻ്റെ കാര്യം അങ്ങനെയല്ല. ആവശ്യമായ അവസരങ്ങളൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ സഹലാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാം. എന്തായാലും ഏതായിരിക്കും അല്ലെങ്കിൽ ആരായിരിക്കും ആ താരം എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.